നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷനാകും. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. രണ്ടാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ രവീന്ദ്രനും മെമ്പറായി കെ പി അജയനും ചുമതലയേറ്റു. തൃശൂർ പൂരം ഉൾപ്പെടെ എല്ലാ ഉത്സവാഘോഷങ്ങളും ഭംഗിയായി നടത്താൻ ബോർഡിന്റെ ജാഗ്രതാപൂർവമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഭരണസമിതി അംഗങ്ങൾ. തൃശൂരിൽ ട്രെയിൻ മാർഗം കടകളിലേക്ക് വിൽപ്പനയ്ക്കെത്തിച്ച 340 ഗ്രാം കഞ്ചാവ് മിഠായിയുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തു. ബീഹാർ സ്വദേശി രോഹൻ കുമാറിനെയാണ് തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലകളിൽ കാട്ടാനകളുടെ ശല്യത്താൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ. മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 40ഓളം ആനകൾ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവ് ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കോഴിക്കല്ലുമൂടൽ ചൊവ്വാഴ്ച നടക്കും. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ആഘോഷം സമാപിച്ചു. കാളി ദാരികവധം പ്രതീകാത്മകമായി നടത്തിയതോടെ വേലയാഘോഷത്തിന് പരിസമാപ്തിയായി. ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വെള്ളിക്കുളങ്ങര കാരിക്കടവിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. കാരിക്കടവ് ആദിവാസി നഗറിലെ ട്രാൻസ്ഫോമറിലേക്കും മരം വീണു. അഷ്ടമിച്ചിറയിൽ ഓട്ടോറിക്ഷയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വടമയിൽ കടയിലെ ജോലിക്കാരനായ ബീഹാർ സ്വദേശി രാജേഷ് സരനാണ് മരിച്ചത്. പ്രമുഖ വ്യവസായിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ തൃക്കൂർ കല്ലൂർ സ്വദേശി ടോണി വട്ടക്കുഴി അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാലിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് ശേഷം ബജറ്റ് യോഗം അംഗീകരിച്ചു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ ആദരണം സംഘടിപ്പിച്ചു. കെ കെ രാമചന്ദ്രൻ MLA ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. ഏപ്രിൽ 23-നാണ് പ്രതിഷ്ഠാദിനം. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള ജനകീയ സമിതികളുടെ രൂപീകരണ യോഗം ചേർന്നു. MLA NK അക്ബർ അധ്യക്ഷത വഹിച്ചു. തളി തച്ചുകുന്നിലെ മണ്ണെടുപ്പിനെതിരെ കടുകശ്ശേരി തച്ചുകുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അംഗത്വ സമാശ്വാസ നിധി വിതരണം ചെയ്തു. അപേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 10 അംഗങ്ങൾക്കുള്ള തുകയാണ് വിതരണം ചെയ്തത്. എടത്തുരുത്തി പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 39,92,63,472 രൂപ വരവും 39,11,33,540 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അവതരിപ്പിച്ചത്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ യൂസഫലി കേച്ചേരി സ്മൃതി സംഘടിപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ എരുമപ്പെട്ടിയിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. ഫാദർ ജോഷി യാളൂർ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓർഗാനിക് കമ്പോസ്റ്റ് ബിന്ന് വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. കോടാലി സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് ജനകീയ സൗഹൃദ സമിതി രൂപീകരിച്ചു. കെ കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325-ാം വാർഷികവും 293-ാം ചരമവാർഷികവും സംയുക്തമായി പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ ആചരിച്ചു. അനുസ്മരണ യോഗം മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു.
ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യവുമായി AIYF തൃശൂർ മണ്ഡലം കമ്മിറ്റി സൗഹാർദ്ദ ഫുട്ബോൾ മത്സരം നടത്തി. AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KK സമദ് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് മുല്ലശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിർമ്മിച്ച ഐറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ലോക ഡൗൺ സിൻഡ്രോം ദിനാഘോഷം തൃശൂരിൽ നടന്നു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി AK ഹരീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവാരാഹി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് മന നന്ദൻ നമ്പൂതിരി സ്വിച്ച് ഓൺ നിർവഹിച്ചു. പെരിങ്ങാവ് ധന്വന്തരി ക്ഷേത്രത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. പെരിങ്ങാവ് ദേവസ്വം പ്രസിഡന്റ് E കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശതാഭിഷിക്തനായ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മന പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെ പെരിങ്ങോട്ടുകര സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികൾ ആദരിച്ചു. സ്റ്റഡി സെന്റർ ചെയർമാനും താന്നി പഞ്ചായത്ത് മെമ്പറുമായ ആൻഡോ തൊറേൻ ആദരണം നിർവഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലഴി മേഖലയുടെ ദ്വിദിന വാർഷിക സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതുയിട ശുചീകരണ പ്രവർത്തനങ്ങളുടെ ആരംഭവും ശുചിത്വ റാലിയും നടത്തി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് പഴമുക്ക് ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ അധ്യക്ഷത വഹിച്ചു. ബില്യൺ ബീസ് ഷെയർ ട്രേഡിംഗ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പിടിയിലായി. ഇരിങ്ങാലക്കുട കോലോത്തുംപാടം സ്വദേശി കിഴക്കേ വളപ്പിൽ സുബിനാണ് അറസ്റ്റിലായത്. മനക്കൊടിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് പഞ്ചായത്ത് അംഗത്തെ ആക്രമിച്ചു. നാട്ടുകാർ പിടികൂടി ആശുപത്രിയിൽ എത്തിച്ച മനക്കൊടി സ്വദേശി സൂരജാണ് പഞ്ചായത്ത് അംഗം K രാഗേഷിനെ ആക്രമിച്ചത്. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ കൃഷിയിടത്തിൽ കാട്ടുപന്നികളുടെ ആക്രമണം. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 9-ാം വാർഡിലെ വിളക്കാട്ടുപാടത്താണ് കാട്ടുപന്നികൾ കൃഷി വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത്. ആറ്റൂരിൽ ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം തമ്പാനൂർ സ്വദേശി ദിനേശ് സാജൻ മകൻ 20 വയസ്സുള്ള ദീപേതാണ് മരിച്ചത്. വെങ്കിടങ്ങ് 4-ാം വാർഡിൽ താമസിക്കുന്ന 10ഓളം കുടുംബങ്ങളുടെ വഴി തടസ്സപ്പെടുത്തിയതായുള്ള പരാതിക്ക് താൽക്കാലിക പരിഹാരം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇറക്കിയിരുന്ന കരിങ്കല്ല് മാറ്റി വഴി തുറന്നു നൽകി വഴി തടസ്സപ്പെടുത്തിയത് സംബന്ധിച്ച് TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കി. പോട്ട മോസ്കോ സ്വദേശി കുറ്റിലാം കൂട്ടം വീട്ടിൽ സനലിനെയാണ് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് കടങ്ങോട് പഞ്ചായത്ത് 18-ാം വാർഡ് കമ്മിറ്റി രൂപീകരണവും മഹാത്മാഗാന്ധി അനുസ്മരണ സംഗമവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ അവിട്ടപ്പിള്ളി ചാഴിക്കാട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. ജില്ലാ സമിതി അംഗം അഡ്വക്കേറ്റ് PG ജയൻ ഉദ്ഘാടനം ചെയ്തു. പൂവത്തൂർ പെരിങ്ങാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് 7-ാം വാർഡിലെ MN നഗറിൽ നിർമ്മിച്ച മിനി കമ്മ്യൂണിറ്റി ഹാള് നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU കൊടകര ഏരിയ സമ്മേളനം നടന്നു. കാർത്തികേയൻ വട്ടോലിപ്പറമ്പിൽ പതാക ഉയർത്തി. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു.
എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോഷി യാളൂർ ഉദ്ഘാടനം ചെയ്തു. നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ സീനിയർ CLCയുടെ നേതൃത്വത്തിൽ പാരിഷ് ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ പോൾസൺ തട്ടിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തല്ലൂർ ഉണ്ണിമിശിഹ പുതിയ ദേവാലയ പ്രധാന കവാടത്തിന്റെ വെഞ്ചിരിപ്പ് നടന്നു. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിലെ ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ നേതൃത്വത്തിൽ ഇടവകയിലുള്ള ഭിന്നശേഷിക്കാരുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. മച്ചാട് മെമ്മറീസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കരിമത്ര അൽഫോൻസ ഹോമിലെ അന്തേവാസികൾക്കായി സ്നേഹോപഹാരം സമർപ്പണം നടത്തി. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ ടെക്സ്റ്റൈൽസ് തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.